വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നഹ്മദുഹു വനുസല്ലി വനുസല്ലിം അലാ റസൂലിഹിൽ കരീം, അമ്മാ ബഅദ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഇന്നക ഹമീദും മജീദ്. ബഹുമാനപ്പെട്ട സത്യവിശ്വാസികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്ന പരിശുദ്ധ ഇസ്ലാം അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ്, ഔദാര്യമാണ്. ഇസ്ലാമിക നിയമ സംഹിത, അതിന്റെ മൂലഗ്രന്ഥമായ പവിത്രമായ ഖുർആൻ നമ്മളുടെ മാനിഫെസ്റ്റോയാണ്, നമ്മളുടെ ജീവിതത്തിന്റെ റൂളാണ്, നിയമങ്ങളാണ്. വിശ്വാസകാര്യങ്ങളെ മാത്രമല്ല പരിശുദ്ധ ഖുർആൻ ചർച്ച ചെയ്യുന്നത്. വിശുദ്ധ ഗ്രന്ഥം ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ അഖില നിഖില മേഖലകളെ ചൂഴ്ന്നു നിൽക്കുന്നു. വൈയക്തിക ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും തുടങ്ങി താൻ എന്ത് സമ്പാദിക്കണം, താൻ എവിടെ ചെലവഴിക്കണം തുടങ്ങിയ സാമ്പത്തിക കാര്യങ്ങളിൽ ഉൾപ്പെടെ രാഷ്ട്രീയ കാര്യങ്ങൾ വരെ വിശുദ്ധ ഗ്രന്ഥം ഖുർആൻ ചർച്ച ചെയ്യുന്നുണ്ട്. വിശുദ്ധ ഗ്രന്ഥം മനുഷ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും സ്പർശിക്കുന്നുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് സാമ്പത്തിക രംഗം എന്നുള്ളത്. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം, ഷഹാദത്ത് കലിമയിൽ അടിയുറച്ച വിശ്വാസമുള്ള ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അവന്റെ ഇൻകം ജനറേറ്റ് ചെയ്യേണ്ട രീതി എങ്ങനെയാണ്, അവന്റെ ഇൻകം സ്പെൻഡ് ചെയ്യേണ്ട സ്ഥലങ്ങൾ എവിടെയാണ്, ഏത് രീതിയിലാണ്, വിശുദ്ധമായ ഗ്രന്ഥത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചാ വിഷയമാണ്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കുകളിലും ഇതുമായി ബന്ധപ്പെട്ട അനേകം ചർച്ചകൾ, കൽപ്പനകൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഹദീസിന്റെ ഗ്രന്ഥങ്ങൾ പരതുമ്പോൾ സമ്പാദ്യം എവിടെ നിന്നായിരിക്കണം, ഏത് രീതിയിലായിരിക്കണം, എവിടെയായിരിക്കണം തന്റെ വരുമാനം ചിലവഴിക്കേണ്ടത്, ഏത് രീതിയിലായിരിക്കണം, ആർക്കൊക്കെ ആയിരിക്കണം എന്നതുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായ കൽപ്പനകൾ, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് ആധുനിക സാഹചര്യത്തിലാവട്ടെ, ഏതു വിധേനയുള്ള ഇടപാടുകൾ, നമ്മളുടെ വരുമാന മാർഗത്തിന് വേണ്ടിയുള്ള ഇടപാടുകൾ നടത്തുമ്പോഴും വളരെ കൃത്യമായ ഓർമ്മ ഉണ്ടാവണം, വളരെ കൃത്യമായ ബോധം ഉണ്ടാവണം. നാം ഈ ചെയ്യുന്ന ഇടപാടുകൾ പരിശുദ്ധ ഇസ്ലാമിന്റെ പവിത്രമായ ദീനിന്റെ നിയമങ്ങൾക്ക് അനുസൃതമായിട്ടാണോ, അതിനോട് യോജിച്ചുകൊണ്ടുള്ളതാണോ, വിശുദ്ധ ഗ്രന്ഥം ഖുർആൻ അനുവദിക്കുന്ന ഇടപാടുകളാണോ നമ്മളുടെ സാമ്പത്തിക രംഗം എന്നത് വളരെ പ്രാധാന്യത്തോടുകൂടി, വളരെ ഗൗരവത്തോടുകൂടി ഓരോ സത്യവിശ്വാസിയും ചിന്തിക്കൽ അനിവാര്യമാണ്, അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് ഇത് മുസ്ലിം കൈരളിയിലെ മുഴുവൻ ജനങ്ങളിലേക്കും എത്താം. ഈ കാലഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഇടപാടുകളിൽ നിന്നും മുക്തമായി ജീവിക്കുന്ന ആരും മുസ്ലിം കൈരളിയിൽ ഉണ്ടാവില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ചർച്ചകൾ ഓരോ സത്യവിശ്വാസികളിലേക്കും എത്തൽ അനിവാര്യമാണ്. കാരണം സാമ്പത്തിക രംഗം പരിശുദ്ധമാവേണ്ടതിന്റെ ആവശ്യകത വിശുദ്ധ ഗ്രന്ഥം, പരിശുദ്ധ ഇസ്ലാം വളരെ ഗൗരവത്തോടുകൂടി കാണുന്നതാണ്. മഹാനായ പ്രവാചകന്റെ ഹദീസുകൾ പരിശോധിച്ചാൽ ഒരുപാട് താക്കീതുകൾ, മുന്നറിയിപ്പുകൾ തന്റെ സാമ്പത്തിക രംഗത്തിന്റെ വിശുദ്ധിയുമായി ബന്ധപ്പെട്ട്, ഒരു മുസ്ലിമിന്റെ സാമ്പത്തിക മേഖലയിലെ വിശുദ്ധിയുമായി ബന്ധപ്പെട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഇത്തരം ചർച്ചകൾ പ്രചരിപ്പിക്കൽ, മറ്റുള്ളവരിലേക്ക് എത്തിക്കൽ, ചർച്ച ചെയ്യപ്പെടൽ വളരെയധികം അനിവാര്യമാണ്, കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മറ്റുള്ളവരിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ നിങ്ങളും പങ്കാളികളാകണമെന്ന് ആദ്യമായി തന്നെ അഭ്യർത്ഥിക്കുകയാണ്. ഇത്തരം ചർച്ചകളുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിരുന്നു, ഒരു സംസാരം ഇതിനു മുമ്പ് നടത്തിയിരുന്നു. ക്രിപ്റ്റോ കറൻസി പരിശുദ്ധ ഇസ്ലാം വിരോധിച്ചതിന്റെ പിന്നിലുള്ള റീസൺസ്, കാരണം
അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ഇടപാടുകൾ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളുടെ യാഥാർത്ഥ്യം, അതിന്റെ പിന്നിലുള്ള രീതികൾ, ശൈലികൾ, അതിന്റെ മെത്തേഡ്സ്, ഇതൊക്കെ മനസ്സിലാക്കുന്നതിന് ആദ്യമായി നാം മനസ്സിലാക്കേണ്ടത് എന്താണ് ബൈഅ അഥവാ കച്ചവടം എന്നുള്ളതാണ്. കാരണം ഇസ്ലാമിന്റെ വിധിയാണ് നാം മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കച്ചവടത്തിന് ഇസ്ലാം നൽകിയിരിക്കുന്ന ഡെഫിനിഷൻ എന്താണ് എന്ന് നാം മനസ്സിലാക്കണം. വിശുദ്ധ ശരീഅത്തിന്റെ വീക്ഷണത്തിൽ, വിശുദ്ധ ഗ്രന്ഥത്തിന്റെ ഹദീസിന്റെ വീക്ഷണത്തിൽ കച്ചവടത്തിന് നൽകപ്പെട്ടിട്ടുള്ള ഡെഫിനിഷൻ, അതിന്റെ നിർവചനം എന്താണ് എന്നാണ് ആദ്യമായി നാം മനസ്സിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഫതഹുൽ ഖദീർ പരിശോധിച്ചാൽ 5-ാം വാള്യത്തിലെ 83-ാമത്തെ പേജിൽ കാണാം, കച്ചവടം എന്ന് പറഞ്ഞാൽ മുബാദലത്തുൽ മാലി ബിൽ മാലി അലൽ വജ്ഹില്ലദി യന്തഖിലു ബിഹി മിൽക്കിയത്തുൽ ബദലൈനി ശർഅ. വിശുദ്ധ ശരീഅത്തിന്റെ വീക്ഷണത്തിൽ ഒരു കച്ചവടം എന്ന് പറഞ്ഞാൽ ഉടമസ്ഥാവകാശം പരസ്പരം മാറുന്ന നിലയ്ക്ക്, ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് മാറുന്ന രീതിയിൽ വാല്യുബിൾ ആയ ഒരു അസറ്റിനെ, ഒരു മാലിനെ മറ്റൊരു മാലുമായി എക്സ്ചേഞ്ച് ചെയ്യുന്നതിനാണ് ബൈഅ അഥവാ കച്ചവടം എന്ന് പറയുക. ഇവിടെ മാല് എന്ന് പറയുന്ന ഒരു ടേം നമുക്ക് കാണാം. എന്താണ് മാല് കൊണ്ട് വിവക്ഷിക്കുന്നത്? അതാണ് അടുത്തതായി നാം മനസ്സിലാക്കേണ്ടത്. ഇങ്ങനെ ഘട്ടം ഘട്ടമായി ഓരോ കാര്യങ്ങളെ പറ്റി മനസ്സിലാക്കി മുമ്പോട്ട് പോകുമ്പോൾ എന്താണ് ക്രിപ്റ്റോ കറൻസിക്ക് പിന്നിലുള്ള പ്രശ്നം, അല്ലെങ്കിൽ അതുപോലെയുള്ള ഇടപാടുകളെ ഇസ്ലാം തടയുന്നതിന്റെ, ഇസ്ലാം പ്രൊഹിബിറ്റ് ചെയ്തതിന്റെ കാരണം, റീസൺ വളരെ വ്യക്തമായി നമുക്ക് ഗ്രഹിക്കാൻ സാധിക്കും. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ക്ഷമയോടുകൂടി ഈ ചർച്ച ആദ്യാവസാനം കേൾക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അങ്ങനെ മനസ്സ് ചെയ്യുമ്പോഴേ ഉള്ളൂ, ആ രീതിയിൽ ഇതിനെ കാണുമ്പോഴേ ഉള്ളൂ നമ്മളുടെ സാമ്പത്തിക രംഗം വളരെ വിശുദ്ധിയോടുകൂടി കാത്തു സൂക്ഷിക്കാൻ, നമ്മുടെ ഇൻകം ജനറേറ്റ് ചെയ്യുന്ന സോഴ്സുകൾ ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ, അതിൽ ഹറാമായത് ഏതൊക്കെയാണ്, ഹലാലായത് ഏതൊക്കെയാണ്, അതിൽ അനുവദിക്കപ്പെട്ടത് ഏതൊക്കെയാണ്, നിഷിദ്ധമാക്കപ്പെട്ടത്, തടയപ്പെട്ടത് ഏതൊക്കെയാണ് എന്ന് വളരെ വ്യക്തമായി ഗ്രഹിക്കാൻ സാധിക്കുക. ഏത് രീതിയിലാണ് സമ്പാദ്യം ഉണ്ടാക്കുന്നത്, എവിടെയാണ് ചിലവഴിക്കുന്നത്, ഇസ്ലാം അനുവദിച്ച വഴിയിലാണോ, ഇസ്ലാം നിരോധിച്ച വഴിയിലാണോ എന്ന് വളരെ വ്യക്തമായി വേർതിരിച്ച് അതിനെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് എന്താണ് മാല് എന്ന ടേം കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് പരിശോധിക്കാം. മാൽ എന്ന് പറഞ്ഞാൽ അഥവാ വാല്യുബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ റദ്ദുൽ മുഖ്താർ പരിശോധിച്ചാൽ നമുക്ക് കാണാം, മാ യമീലു ഇലൈഹി തബഉ വയുംകിനു ഇദ്ഖാറുഹു ലിവഖ്തിൽ ഹാജ. അൽ മുറാദു ബിൽ മാൽ മാ യമീലു ഇലൈഹി തബഉ വയുംകിനു ഇദ്ഖാറുഹു ലിവഖ്തിൽ ഹാജ. അതിന്റെ ബ്രാക്കറ്റിലുണ്ട് വലൗ ലിവഖ്തിൻ ഖലീൽ. ഒരു മനുഷ്യ പ്രകൃതി നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്ന, അതിലേക്ക് ചായുന്ന ഒരു വസ്തു, അതുപോലെ തന്നെ ആ വസ്തുവിനെ തന്റെ ആവശ്യം, തന്റെ നീഡ്സുകൾക്കനുസരിച്ച് കൺസ്യൂം ചെയ്യാൻ, ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കുന്ന, സേവ് ചെയ്തു വെക്കാൻ സാധിക്കുന്നതുമാണ് എങ്കിൽ അതിന് മാൽ എന്ന് പറയാം. അതിനോടൊപ്പം തന്നെ വൽ മാലിയത്തു തസ്ബുതു ബിതമവ്വുലിൻ നാസി കാഫത്തൻ ഔ ബഅളിഹിം, ജനങ്ങൾ ഇതിനെ പണമായി ഉപയോഗിക്കുന്നതുമാവണം. എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫമാ ഉരിഫ കൗനുഹു മാലൻ ഫീമാ ബൈനൻ നാസി ബിസിഫത്തിൻ ആമ്മ യുഅദ്ദു മാലൻ. അഥവാ പൊതുസമൂഹം പണമാണ്, ഇത് മൂല്യമുള്ള ഒരു വസ്തുവാണ്, മൂല്യരഹിതമായ ഒരു വസ്തുവല്ല എന്ന് കണക്കാക്കുന്ന ഒരു അവസ്ഥ കൂടി ഉണ്ടായെങ്കിൽ ഒരു വസ്തുവിന് വാല്യുബിൾ അസറ്റ് എന്ന് പറയാൻ സാധിക്കും. 3 നിബന്ധനകളാണ്. ഒന്ന്, മനുഷ്യപ്രകൃതി ആഗ്രഹിക്കുക, അത് നേടിയെടുക്കാൻ, അതുപോലെ തന്നെ തങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സേവ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാവുക, അതുപോലെ തന്നെ ജനങ്ങളുടെ ഇടയിൽ പൊതുവെ ഇത് പണമാണ് എന്ന് ഗണിക്കപ്പെടുന്നതാവുക. ഇങ്ങനെയാണ് എങ്കിൽ ഒരു വസ്തു മാലാണ്, വാല്യുബിൾ അസറ്റാണ്. അപ്പൊ ഇങ്ങനെയുള്ള വാല്യുബിൾ അസറ്റായ ഒരു വസ്തുവിനെ പരസ്പരം കൈമാറ്റം ചെയ്യുക, ക്രയവിക്രയം നടത്തുക, അവയുടെ ഉടമസ്ഥാവകാശം
ഒരു വ്യക്തിയിൽ നിന്നും മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫോം ചെയ്യപ്പെടുക, എക്സ്ചേഞ്ച് ചെയ്യപ്പെടുക. ഇതിനാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ വീക്ഷണത്തിൽ ബൈ അഥവാ കച്ചവടം, ക്രയവിക്രയം എന്ന് പറയുക. ഇപ്പോൾ രണ്ട് കാര്യങ്ങൾ നാം പറഞ്ഞു. ഒന്ന്, എന്താണ് കച്ചവടം എന്ന് പറഞ്ഞു. രണ്ട്, ഈ കച്ചവടത്തിൽ മാല് എന്ന് പറയുന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത് എന്താണ് എന്ന് പറഞ്ഞു. ഇനി അടുത്തതായി മനസ്സിലാക്കേണ്ടത്, ഒരു കച്ചവടത്തിൽ രണ്ട് സംഗതികളാണ് ഉണ്ടാവുന്നത്. ഒന്ന്, കച്ചവടം ചെയ്യപ്പെടുന്ന വസ്തു. രണ്ട്, അതിന് പകരമായി നൽകപ്പെടുന്ന വസ്തു. ഈ രണ്ട് സംഗതികളാണ് ഒരു ഇടപാടിൽ ഉണ്ടാവുക. ഒന്ന് സമൻ എന്ന് അറബി ഭാഷയിൽ പറയും, മറ്റൊന്നിന് മബിയ എന്ന് പറയും. ഏതാണ് സമൻ, ഏതാണ് കോസ്റ്റ്, ഏതാണ് സെയിൽ പ്രൊഡക്റ്റ്, സെയിൽ ചെയ്യുന്നതിന് വേണ്ടിയുള്ള പ്രൊഡക്റ്റ് എന്നത് വളരെ വ്യക്തമായി മനസ്സിലാക്കൽ വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ, ഇത്തരം ക്രിപ്റ്റോ കറൻസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്രയവിക്രയങ്ങൾ വരുമ്പോൾ അവയിൽ ഏതാണ് കോസ്റ്റായി പരിഗണിക്കുക, അവയിൽ ഏതാണ് സെയിൽ പ്രൊഡക്റ്റായി പരിഗണിക്കുക എന്നത് നമുക്ക് ഡിഫൈൻ ചെയ്യേണ്ടി വരും. അങ്ങനെ ഡിഫൈൻ ചെയ്യുമ്പോൾ മാത്രമേ ഉള്ളൂ വിശുദ്ധ ശരീഅത്ത് ഒരു കോസ്റ്റ് ആയി തീരണമെങ്കിൽ എന്തൊക്കെ ക്രൈറ്റീരിയയാണോ പറഞ്ഞിട്ടുള്ളത് അത് ക്രിപ്റ്റോ കറൻസി പാലിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി ആ ക്രിപ്റ്റോ കറൻസിയെ സെയിൽ പ്രൊഡക്റ്റ് ആയിട്ടാണ് പരിഗണിക്കുന്നത് എങ്കിൽ വിശുദ്ധ ശരീഅത്ത് ഒരു മബിയന്, ഒരു സെയിൽ പ്രൊഡക്റ്റിന് വെച്ചിട്ടുള്ള ക്രൈറ്റീരിയകളുണ്ട്. ആ ക്രൈറ്റീരിയകളുമായി ക്രിപ്റ്റോ കറൻസി മീറ്റ് ചെയ്യുന്നുണ്ടോ, ആ ക്രൈറ്റീരിയകളെ അത് പൂർത്തിയാക്കുന്നുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഒരു ഇടപാടിൽ മബി ഏതാണ്, ഒരു ഇടപാടിൽ സമൻ ഏതാണ് എന്ന് മനസ്സിലാക്കൽ വളരെയധികം അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് എന്താണ് സമൻ, എന്താണ് മബിയ എന്ന ചർച്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ചുരുക്കി പറഞ്ഞാൽ ഏതൊരു ഇടപാടിലും രണ്ട് സംഗതികളെ നമുക്ക് കാണാം. ഈ പറഞ്ഞ സമനാണെങ്കിലും മബി ആണെങ്കിലും ഒക്കെ അത് ഈ രണ്ട് കാറ്റഗറിയിൽ നിന്നുള്ളതായിരിക്കും. ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ അത് മണിയാണ് അഥവാ കറൻസിയാണ്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാൽ അത് നമ്മൾ കൺസ്യൂം ചെയ്യുന്നതിന് വേണ്ടി വാങ്ങുന്ന അല്ലെങ്കിൽ വിൽക്കുന്ന വസ്തുക്കളാണ്. അത് ഗുഡ്സ് ആവാം, ചരക്കുകളാവാം, അല്ലെങ്കിൽ അളന്നോ തൂക്കിയോ എണ്ണത്തിനോ ഒക്കെ വിൽക്കുന്ന വസ്തുക്കളാവാം, അല്ലെങ്കിൽ സർവീസുകളാവാം, സേവനങ്ങളാവാം. ഇങ്ങനെ പോകുന്നു ആ കാറ്റഗറി. അപ്പോൾ ഒന്നാമത്തെ കാറ്റഗറിയിൽ വരെ നമുക്ക് രണ്ട് സംഗതികളെ കാണാം. ഒന്ന് അസ്സമൻ അൽ ഖിൽഖി, രണ്ട് അസ്സമൻ അൽ ഇസ്തിലാഹി. സമൻ ഖിൽഖി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൃഷ്ടിപ്പിനാലെ ഒരു പണമായി അല്ലെങ്കിൽ ഒരു വസ്തുക്കൾക്ക് മൂല്യം നൽകുന്നതിന് വേണ്ടി, വസ്തുക്കളെ തക്വീം ചെയ്യുന്നതിന് വേണ്ടി, മൂല്യം കൽപ്പിക്കുന്നതിന് വേണ്ടി, നമ്മളുടെ ആവശ്യത്തിന് വാങ്ങുന്ന വസ്തുക്കൾക്ക് പകരമായി നൽകുന്നതിന് വേണ്ടി സൃഷ്ടിപ്പിനാലെ രൂപകൽപ്പന ചെയ്യപ്പെട്ടിട്ടുള്ളത്, അള്ളാഹുവിന്റെ സൃഷ്ടിപ്പിനാലെ അള്ളാഹു തീരുമാനിച്ചു വെച്ചിട്ടുള്ളത്. അത് രണ്ട് വസ്തുക്കളാണ്. ഒന്ന് സ്വർണമാണ്, രണ്ട് വെള്ളിയാണ്. രണ്ടാമത്തെ വിഭാഗമായി പറഞ്ഞത്, ഒന്നാമത്തെ കാറ്റഗറിയിൽ രണ്ടാമത്തെ വിഭാഗമായി പറഞ്ഞത് അസ്സമൻ അൽ ഇസ്തിലാഹി. സമൻ ഇസ്തിലാഹി എന്ന് പറഞ്ഞാൽ അതിന്റെ വിശദീകരണം നമുക്ക് നോക്കാം. ഈ സമന ഇസ്തിലാഹി എന്നതിന് സമന ഉർഫി എന്നും പറയപ്പെടാറുണ്ട്. എന്താണ് സമന ഇസ്തിലാഹി അല്ലെങ്കിൽ സമന ഉർഫി? മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതനുസരിച്ച് ഇസ്തിലാഹു ജമീഇൻ നാസ്, ഒരു സമൂഹത്തിലെ, ഒരു നാട്ടിലെ, രാജ്യത്തിലെ ഒക്കെ മുഴുവൻ ആളുകളും ഈ ഒരു സാഹചര്യത്തിൽ, ആധുനിക കാലഘട്ടത്തിൽ ഒരു രാജ്യത്തിന്റെ ബേസിൽ പരിഗണിക്കുന്നതാണ് നല്ലത്. കാരണം ജമീഉൻ നാസ് എന്ന് പറയുമ്പോൾ ഒരു രാഷ്ട്രത്തിൽ താമസിക്കുന്ന, ഒരേ പൗരത്വമുള്ള, ഒരേ ഗവൺമെന്റ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ജനങ്ങളും എന്നായിട്ട് പരിഗണിക്കാം. അപ്പൊ ഈ മുഴുവൻ ജനങ്ങളും, ഒരു രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളും അംഗീകരിക്കുന്ന ഒരു കറൻസി, ഒരു നാണയം, അതിനാണ് അസ്സമന ഇസ്തിലാഹി എന്ന് പറയുക. എന്നാൽ അബു ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി, അബു യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹി എന്ന ഷെയ്ഖാൻ എന്ന് വിളിക്കപ്പെടുന്ന, എന്ന സ്ഥാനപ്പേരിൽ അറിയപ്പെടുന്ന ഈ രണ്ട് മഹാപണ്ഡിതന്മാരും പറയുന്നത് ഇസ്തിലാഹു ജമീഇൻ നാസ്, ഒരു രാജ്യത്തിലെ മുഴുവൻ ജനങ്ങളുടെയും സമ്മതിയൊന്നും ആവശ്യമില്ല. കുറച്ചാളുകൾ
ഒരുമിച്ച് കൂടിക്കൊണ്ട് ഒരു വസ്തുവിനെ പണമായി അംഗീകരിക്കുന്നുണ്ട് എങ്കിൽ അതും പണമായിട്ട് ഗണിക്കാം. അതിനെയും സമന ഇസ്തിലാഹിയായി പരിഗണിക്കാം എന്നതാണ്. ഉദാഹരണത്തിന് ഒരു ഇടപാട് നടത്തുമ്പോൾ ആ ഇടപാടിലുള്ള 2 പേർ ഒരു വസ്തുവിനെ മൂല്യമുള്ളതായിട്ട് പരിഗണിച്ചു എന്ന് പറഞ്ഞാൽ ശരീഅത്ത് അതിനെ ഉപയോഗിക്കാൻ അനുവദിച്ചതാവണം. അതിനോടൊപ്പം തന്നെ ഈ മാലിയത്ത് ഒരു വസ്തുവിനെ മാലാകുന്നതിന് വേണ്ടി നാം നേരത്തെ പറഞ്ഞ നിബന്ധനകൾ പൂർത്തിയാക്കുന്നതാകണം. ആ അവസ്ഥയിൽ ആ നിബന്ധനകൾ പൂർത്തിയാക്കുന്നതിനോടുകൂടി ഇടപാട് നടത്തുന്ന 2 ആളുകൾ, വിൽക്കുന്നയാളും വാങ്ങുന്നയാളും, ഒരു വസ്തുവിനെ സമനായി പരിഗണിച്ചാൽ അതിനെയും സമന ഇസ്തിലാഹിയായി പരിഗണിക്കാം എന്നാണ് അബൂ യൂസുഫ്, അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിമ എന്നിവരുടെ അഭിപ്രായം. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് 2 കാറ്റഗറിയായി തിരിച്ചു. ഈ 2 കാറ്റഗറിയിൽ ഒന്നാമത്തെ കാറ്റഗറി കറൻസികളുടേതാണ്, മണികളുടേതാണ് എന്ന് പറഞ്ഞു. അപ്പോ ഈ ഒരു മണി കാറ്റഗറിയിൽപ്പെട്ട ഒരു വസ്തു ഒരു ഇടപാടിലുണ്ട്. അതുപോലെ 2ാം കാറ്റഗറിയിൽപ്പെട്ട ഒരു വസ്തു ആ ഇടപാടിന്റെ മറ്റൊരു ഭാഗമാണ്. ഈ അവസ്ഥയിൽ ഒന്നാമത്തെ കാറ്റഗറിയിൽപ്പെട്ടതിന് അസ്സമൻ അൽ മഹ്ള്, പ്യുവർ മണി എന്ന് പറയാം. മറ്റേ കാറ്റഗറിയിൽപ്പെട്ട ഒരു വസ്തുവിന് പ്യുവർ സെയിൽ പ്രൊഡക്റ്റ് എന്ന് നമുക്ക് പറയാം. അൽ മബി അൽ മഹ്ള് എന്ന് പറയും. ഇനി 2ാമത്തെ വിഭാഗത്തിൽപ്പെട്ട വസ്തുക്കളാണ് പരസ്പരം കൈമാറ്റം ചെയ്യപ്പെടുന്നത് എന്ന് കരുതുക. എന്ന് പറഞ്ഞാൽ ഒരു വീട് നൽകുന്നു, ഒരു വീട് കച്ചവടം നടത്തുകയാണ്. അതൊരു ഗുഡ്സ് ആണ്, ഒരു ചരക്കാണ്. അതിനെ മറ്റൊരു സർവീസിന് പകരമായിട്ട് ഇടപാട് നടത്തുന്നു എന്ന് കരുതുക. ഇപ്പോ ഇവിടെ സമനും 2 വസ്തുക്കളും, ഒരു ഇടപാടിലെ 2 വസ്തുക്കളും 2ാം കാറ്റഗറിയിൽ പെട്ടതായി. അങ്ങനെ വരുമ്പോൾ ഏതാണ് സമൻ, ഏതാണ് മബി എന്നത് വളരെ വ്യക്തമായി നാം ശ്രദ്ധിക്കേണ്ടതാണ്. എന്താണ് അതിലേതാണ് സമൻ, ഏതാണ് മബി? ഒരു വ്യക്തി ആ ഇടപാടിൽ ഏതൊരു വസ്തുവിനെയാണോ തന്റെ ആവശ്യം പൂർത്തിയാക്കുന്നതിന് വേണ്ടി, ഉപയോഗിക്കുന്നതിന് വേണ്ടി, തന്റെ ആവശ്യത്തിനനുസൃതമായി ഉപയോഗിക്കുന്നതിന് വേണ്ടി ആ ഇടപാടിൽ ഇടപാടുകാർ വാങ്ങിയത്, അതിന് മബി എന്നും ഇതിന് പകരമായിട്ടാണ് ഞാൻ തരുന്നത് എന്ന് പറയുന്ന ആ പകരമായി നൽകുന്ന വസ്തുവിനെ സമൻ എന്നും പരിഗണിക്കാം. അത് ആ ഇടപാടിൽ ഏതു വസ്തുവുമാകാം. 2ാമത്തെ കാറ്റഗറിയിലെ ഏതും സമനുമാകാം, ഏതും മബിയുമാകാം. ഏത് വേണമെങ്കിൽ കോസ്റ്റായി പരിഗണിക്കാം, ഏത് വേണമെങ്കിൽ മബിയ സെയിൽ പ്രൊഡക്റ്റ് ആയി പരിഗണിക്കാം. അഥവാ അവർ പറയുന്നതനുസരിച്ചാണ്. ഇതിന് പകരമായിട്ട് ഞാൻ ഇതിനെ വാങ്ങുന്നുവെന്നോ വിൽക്കുന്നുവെന്നോ പറയുമ്പോൾ ആ പകരമായി നൽകുന്ന വസ്തു എന്ന് പറയുന്ന വസ്തുവിനാണ് സമൻ അല്ലെങ്കിൽ കോസ്റ്റ് എന്ന് പറയുക. ഇവിടെ സ്വാഭാവികമായിട്ടും ഒരു സംശയം ഉണ്ടാവാം. സ്വർണം, വെള്ളി അതൊക്കെ മുൻകാലഘട്ടത്തിൽ നാണയമായി ഉപയോഗിക്കപ്പെട്ടു, അഥവാ ഒരു വസ്തുവിന്റെ കോസ്റ്റായി നൽകാൻ വേണ്ടി ഉപയോഗിക്കപ്പെട്ടു. ഇപ്പോൾ അതിന്റെയൊക്കെ ആ പതിവൊക്കെ ഇല്ലാതായി. മറിച്ച് കറൻസികളിലേക്ക് ലോകം വഴിമാറി. കറൻസികളുടെ ചരിത്രമൊക്കെ ഒരുപാട് പറയാനുണ്ട്. അതൊന്നും ഇപ്പോൾ ഈ വീഡിയോയിൽ പറഞ്ഞാൽ നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്ത് തീർക്കാനാവില്ല. അതുകൊണ്ട് കറൻസികളുടെ ചർച്ചകളൊക്കെ നമുക്ക് മറ്റൊരിക്കൽ നടത്താം. അപ്പോ നമ്മൾ പറഞ്ഞു വന്നത്, ഇപ്പോ സ്വർണവും വെള്ളിയും തങ്ങളുടെ ആവശ്യം പൂർത്തിയാക്കാൻ വേണ്ടിയാണ് ആളുകൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. തനിക്ക് ധരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെയാണ് വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതിന് പകരമായി കറൻസികളെയാണ് നൽകുക. ഇപ്പൊ ഇത് 2ഉം ഫസ്റ്റ് കാറ്റഗറിയിൽ പെട്ടതായി തീർന്നു. അപ്പൊ ഇതിലേതാണ് സമൻ, ഏതാണ് മബിയ എന്ന ചർച്ച നമുക്ക് അതൊരു ചോദ്യമാണ്, അതൊരു സംശയമാണ്. അത് നമുക്ക് മറ്റൊരിക്കൽ സോൾവ് ചെയ്യാം, മറ്റൊരിക്കൽ പരിഹരിക്കാം. നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ സമന ഇസ്തിലാഹി എന്നതിന്റെ കാര്യം പറഞ്ഞു, സമന ഖൽഖി എന്നതിന്റെ കാര്യം പറഞ്ഞു. ഇത് 2ഉം ഫസ്റ്റ് കാറ്റഗറിയിൽ പെടുമെന്നും പറഞ്ഞു. ഇവിടെ സമന ഇസ്തിലാഹി എന്നതിന്റെ നിർവചനം എന്താണ് എന്ന് നാം നേരത്തെ പറഞ്ഞിരുന്നു. അത് ഹിദായയിൽ നമുക്ക് ഫതഹുൽ ഖദീർ എന്ന ഷറഹോട് കൂടിയുള്ള ഹിദായയിൽ 6ാം വാള്യത്തിൽ 162ാമത്തെ പേജിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുള്ളതായി കാണാൻ സാധിക്കും. ഈ ഒരു നിർവചനത്തെ പരിഗണിച്ചു നോക്കുമ്പോൾ ക്രിപ്റ്റോയിലും അത് സമനാകുന്നതിന് വേണ്ടിയുള്ള, ഒരു ഇടപാടിൽ സമനായി തീരുന്നതിനുള്ള ഒരു നിബന്ധന പൂർത്തിയായി എന്ന് നമുക്ക് മനസ്സിലാക്കാം. കാരണം ക്രിപ്റ്റോയുമായി ബന്ധപ്പെട്ട ഒരു ഇടപാട് നടത്തുമ്പോൾ ഇടപാടുകാർക്കിടയിൽ ഒരു ധാരണയുണ്ട്, ഈ ക്രിപ്റ്റോയെ നമുക്ക് സമനായി പരിഗണിക്കാം. അത്
ശർഈയായ നിലയിൽ അതിന് യാതൊരു തടസ്സവുമില്ല. കാരണം അത് ശരീഅത്ത് നിരോധിച്ച ഒരു സംഗതിയൊന്നുമല്ല. അതുകൊണ്ട് മയമീലുലൈഹി തബഉ, ജനങ്ങളുടെ ഹൃദയം ചായുന്നതുമാണ് അത് നേടിയെടുക്കാൻ. അതുകൊണ്ട് അതിന് മാലിയത്തുണ്ട്. അതിനെ ആ രണ്ടുപേരുടെ ഇടയിൽ സമനായി പരിഗണിച്ചാൽ അവരുടെ ഇസ്തിലാഹ് അനുസരിച്ച്, അവരുടെ സാങ്കേതിക പദപ്രയോഗം അനുസരിച്ച് അതിനെ സമന ഇസ്തിലാഹിയായി പരിഗണിക്കുകയും ചെയ്യാം. അബൂ ഹനീഫ, അബൂ യൂസുഫ് റഹ്മത്തുള്ളാഹി അലൈഹിമ എന്നിവരുടെ അഭിപ്രായം അനുസരിച്ച്. അങ്ങനെ നോക്കുമ്പോൾ ക്രിപ്റ്റോയെ ഒരിടപാടിൽ സമനായി പരിഗണിക്കാം എന്നതിന്റെ ഒന്നാമത്തെ നിബന്ധന പൂർത്തിയായി. എന്നാൽ സമനായി പരിഗണിച്ചാലും അല്ലെ മബിയായി പരിഗണിച്ചാലും ഈ ക്രിപ്റ്റോ ഒരു സമനാകുന്നതിനുള്ള അല്ലെങ്കിൽ മബി ആകുന്നതിനുള്ള ശരീഅത്ത് നിശ്ചയിച്ചിട്ടുള്ള മറ്റ് ക്രൈറ്റീരിയകളെ പൂർത്തിയാക്കുന്നുണ്ടോ എന്നതാണ് മുമ്പോട്ട് നാം ചർച്ച ചെയ്യുക.